കല്യാണ ദിവസം ചൗധരിയുടെ മൂത്ത മകളായ രേണു രാകേഷ് എന്നൊരു പയ്യന്റെ കൂടെ ഒളിച്ചോടി. അവിടുത്തെ പ്രമാണിയും ഏറെ പിടിപാടുള്ള വ്യക്തിയുമായ ചൗധരി തന്റെ ആളുകളെ വിട്ട് മകൾക്കായുള്ള അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ രാകേഷിന്റെ കൂടെയാണ് അവൾ ഒളിച്ചോടിയതെന്ന് മനസ്സിലാക്കിയ അവർ അവന്റെ അച്ഛനിൽ നിന്നും ലഭിച്ചൊരു ഫോട്ടോ വെച്ച് രാകേഷിന്റെ ഫ്രണ്ട്സിനെ പിടികൂടി. അതിൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബബ്ലുവിന് രാകേഷും അവളും എവിടെയുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും അവനത് അവരോട് പറയാൻ കൂട്ടാക്കിയില്ല. ഒരു വെയർഹൌസിൽ അവരെ പൂട്ടിയിട്ടെങ്കിലും ബബ്ലുവിന് യാതൊരു കൂസലും ഉണ്ടായില്ല. കുറച്ചു ദിവസം മുന്നേ തനിക്ക് ക്രഷ് അടിച്ച ഒരു പെണ്ണിനെ പറ്റി തന്റെ കൂട്ടുകാരോട് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും വീണ ഒരു കമ്മൽ അവൻ അവർക്ക് കാണിച്ചു കൊടുത്തു. അവളെ സെറ്റാക്കാൻ ബബ്ലു തന്റെ കൂട്ടുകാരെയും കൂട്ടി തങ്ങളെ പൂട്ടിയിട്ട് ഈ വെയർഹൌസിൽ നിന്നും പുറത്തു ചാടി ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് പോകുന്ന വഴിയിൽ അവൻ അന്ന് ക്രഷ് അടിച്ച ആ പെൺകുട്ടിയെ അവൻ അവിടെ വെച്ച് വീണ്ടും കണ്ടത്. അതോടെ അവൾ ഈ നാട്ടുകാരിയാണെന്ന് മനസ്സിലാക്കിയ ബബ്ലു പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെടാൻ നിൽക്കാതെ ചൗധരിയുടെ ആൾക്കാർക്ക് വീണ്ടും പിടികൊടുത്തു. ശരിക്കും അവൻ ക്രഷ് അടിച്ച ആ പെൺകുട്ടി ചൗധരിയുടെ രണ്ടാമത്തെ മകൾ ഡിംബിയായിരുന്നു. വെയർഹൌസിന്റെ ജനാലയ്ക്കരികിൽ വന്ന് തന്റെ ചേച്ചി എവിടെയെന്ന് അവൾ അവനോട് പലതവണ ചോദിച്ചിരുന്നെങ്കിലും അത് തന്റെ ക്രഷായ ആ പെൺകുട്ടി തന്നെയാണെന്ന് ബബ്ലു അറിഞ്ഞതേയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അബദ്ധത്തിൽ അവളുടെ ചേച്ചി രേണുവിന്റെ ലവ് ലെറ്റേഴ്സ് ബബ്ലുവിന് ലഭിക്കാനിടയായി. അതിൽ അനുജത്തി ഡിംബിയെ പറ്റിയും പരാമർശമുള്ളതുകൊണ്ട് ബബ്ലു ആ കത്ത് വെച്ച് തനിക്ക് ഈ നാട്ടിലൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അവളെ നീ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു തരണമെന്നും ഇല്ലെങ്കിൽ ഈ കത്തിന്റെ കാര്യം നിന്റെ അച്ഛനെ അറിയിക്കുമെന്നും പറഞ്ഞ് ഡിംബിയെ ബ്ലാക്ക്മെയിൽ ചെയ്തു. വേറെ ഒരു വഴിയുമില്ലാതെ അവൾ അതിന് സമ്മതം മൂളിയെങ്കിലും പിന്നീടാണ് ബബ്ലു സ്നേഹിക്കുന്ന ആ പെണ്ണ് താൻ തന്നെയാണെന്ന് ഡിംബി മനസ്സിലാക്കിയത്. വെയർഹൌസിൽ നിന്നും പുറത്തെത്തി ഡിംബിയെ നേരിട്ട് കണ്ടതോടെയാണ് താൻ ഇത്രനാളും സംസാരിച്ചവൾ തന്നെയായിരുന്നു താൻ അന്വേഷിക്കുന്ന ആ പെണ്ണെന്ന് ബബ്ലുവും മനസ്സിലാക്കിയത്. പിന്നീടുള്ള ഓരോ സന്ദർഭങ്ങളിലും അല്പം പേടിയോടെയാണെങ്കിലും ഡിംബി അവനോട് കൂടുതൽ അടുക്കാനും സംസാരിക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവളുടെ ചേച്ചിയെ തേടിയുള്ള ചൗധരിയുടെ അന്വേഷണം വഴിമുട്ടിക്കാൻ ബബ്ലു അവരെ പലതവണ രക്ഷപ്പെടാൻ സഹായിച്ചെങ്കിലും ഒരു ദിവസം അവരെ അയാൾ കൈയോടെ പിടികൂടി. പക്ഷേ മകളെ ഒന്നും ചെയ്യാതെ എല്ലാം തന്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവളുടെ ഇഷ്ടത്തിന് അവളെ പോകാൻ അനുവദിച്ച ചൗധരി തന്റെ രണ്ടാമത്തെ മകളായ ഡിംബിയുടെ വിവാഹം നല്ല രീതിയിൽ നടത്താനൊരുങ്ങി. എന്നാൽ അപ്പോഴേക്കും ഡിംബിയും ബബ്ലുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവൾക്ക് ഈ കല്യാണത്തിൽ തീരെ താല്പര്യമില്ലെന്നും മനസ്സിലാക്കിയ അയാൾ വീണ്ടും ഒരു തെറ്റ് ആവർത്തിക്കാതെ അവരുടെ ഇഷ്ടം തന്നെ അങ്ങ് നടത്തിക്കൊടുത്തു.